ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രഷർ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? പ്രഷർ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. നമുക്ക് സ്ട്രെയിൻ എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കുണ്ട്. അപ്പോൾ സ്ട്രെയിൻ എന്നുള്ള ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എന്താ പറയുക, ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് സ്ട്രെയിൻ എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് divided by original length. Change in length divided by original length എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞു കഴിയുമ്പം എന്താണ് ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പം? ലിറ്ററലി നമ്മൾ പറയുമ്പോൾ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത്, അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ബൈ ലെങ്ത് ആണ് അല്ലേ? നമ്മുടെ ഇക്വേഷൻ ലെങ്ത് ബൈ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് നമ്മൾ പറഞ്ഞു. നമ്മൾ ഇവിടെ ഡയമെൻഷണൽ ഫോർമുലയിൽ നമ്മൾ എക്സാക്റ്റ് ആയ ഈക്വേഷൻ എന്താണെന്നുള്ളതല്ല നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് അല്ലേ? എക്സാക്റ്റ് ആയിട്ടുള്ള ഈക്വേഷൻ അല്ല നമ്മൾ ഡിറൈവ് ചെയ്യുന്ന. ഓരോരോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, റേസ് ടു വാട്ട് പവർ എന്നുള്ളതാണ് നമ്മൾ എവിടെ കണ്ടുപിടിക്കണേ? നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസിൽ നമ്മൾ കണ്ടുപിടിക്കണേ. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ എന്ന് പറയുമ്പം ചേഞ്ച്, നമ്മൾ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ ഡെൽ എൽ ബൈ എൽ ആണ്. നമ്മുടെ നമ്മുടെ ചാപ്റ്റേഴ്സ്, പല ചാപ്റ്റേഴ്സിൽ നമ്മൾ ഈ സ്ട്രെയിൻ ആയാലും സ്ട്രെസ് ആയാലൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? നമ്മൾ അവിടെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്? ലെങ്ത് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുമ്പോഴും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണത് ലെങ്ത് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. സോ ലെങ്ത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം, എല്ലാണ്. സോ രണ്ട് സ്ഥലത്തും എല്ലാണ്. സെയിം ഡയമെൻഷൻസ് ആണെങ്കിൽ നമുക്കറിയാം, സെയിം ഡയമെൻഷൻസ് ആണെങ്കിൽ അത് ക്യാൻസലായി പോകും അല്ലേ? അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകും നമ്മൾ പറയുമ്പം. അപ്പം നമുക്ക് എൽ പവർ 0 എന്നാണ് കിട്ടുക. എൽ പവർ 0 എന്നാണ് നമുക്ക് കിട്ടണേ. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സ്ട്രെയിൻ എന്നുള്ള ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻലെസ് ആണ്. സ്ട്രെയിൻ എന്ന് പറയണ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? സ്ട്രെയിൻ എന്ന് പറയണ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻലെസ് ആണ്. ഡയമെൻഷൻലെസ് എന്ന് പറഞ്ഞാൽ അതിന് ഡയമെൻഷൻസ് ഇല്ല. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ഡയമെൻഷൻലെസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ അതിന് ഏത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്താലും അതിൻ്റെ പവർ എന്തായിരിക്കും? 0 ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ഓപ്ഷൻസ് തരുമ്പം എം പവർ 0, എൽ പവർ 0, ടി പവർ 0 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? ഡയമെൻഷൻലെസ് ആണ്. സിംപ്ലി നിങ്ങൾക്ക് ഇപ്പം ടി, അതേപോലെ കെ പവർ 0, സി ഡി പവർ 0, ഇങ്ങനെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടെങ്കിലും ഏത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്താലും ഒരു ക്വാണ്ടിറ്റി ഡയമെൻഷൻലെസ് ആണെങ്കിൽ അപ്പോൾ ആ ഒരു എന്താ പറയുക ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? ഡയമെൻഷണൽ ഫോർമുല നമ്മുടെ ആ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ടു ദി പവർ 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ സ്ട്രെയിൻ ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അതേപോലെ സ്ട്രെയിനിന് എന്തും ഇല്ല? യൂണിറ്റും ഇല്ല. സ്ട്രെയിൻ നമ്മൾ പറയുമ്പം യൂണിറ്റും ഇല്ല. യെസ്, യെസ്. എന്നോട് ഒരു കൊച്ചു ചോദിച്ചൊരു ഡൗട്ടാണ്. അതായത് നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഒരുപാട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാ യൂണിറ്റ്സും കാര്യങ്ങളും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നമുക്ക് കിട്ടും. ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻ കേസ് നമുക്കിപ്പോൾ എക്സാമിനേഷൻ ഹാളിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കോളൂ. നമ്മൾ ഈ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുന്ന ആ ഒരു സെയിം പ്രൊസീജിയർ നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ. ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കുണ്ട് അല്ലേ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് സിമ്പിളായ ഒരു ക്വാണ്ടിറ്റി എടുക്കാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ ആണ് നമ്മുടെ ആക്സിലറേഷൻ. ഡിസ്റ്റൻസ് ബൈ ടൈം വെലോസിറ്റി ആണ്. ആ കിട്ടിയ വാല്യൂവിന് നമ്മൾ വീണ്ടും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണേ? ആക്സിലറേഷൻ കിട്ടണേ.
അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ ആണ് ആക്സിലറേഷൻ എന്നുള്ളത് ആ ഒരു കാര്യം നമുക്കറിയാം. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, ടൈമിൻ്റെ പവർ എന്താണ് സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ? നമുക്ക് വേറൊരു ക്വാണ്ടിറ്റി എടുക്കാം, പ്രഷർ. ഓക്കെ, നമുക്ക് പ്രഷർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫോഴ്സിനൊരു യൂണിറ്റ് ഉണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് MA ആണ്. എമ്മിനെ നമ്മൾ കിലോഗ്രാം എന്ന് പറയും. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തിൻ്റെ യൂണിറ്റ്? ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് നമ്മൾ ജനറലി ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു അതായത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് അതർവൈസ് കോൾഡ് ആസ് ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് ന്യൂട്ടൺ ആണെന്ന് പറയാം. താഴത്ത് എന്തുണ്ട്? ഏരിയ ഉണ്ട്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി നിങ്ങൾക്ക് ഈ ന്യൂട്ടൺ എന്നുള്ളത് അറിയാൻ പാടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോക്കിക്കോളൂ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ അല്ലേ? ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ഇവിടെ ഒരു എം ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട്, അത് ക്യാൻസൽ ആവും. കിലോഗ്രാം മീറ്റർ ടു ദ പവർ -1 സെക്കൻഡ് സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കിലോഗ്രാം സെക്കൻഡ് സ്ക്വയർ പെർ മീറ്റർ. കിലോഗ്രാം സെക്കൻഡ് സ്ക്വയർ പെർ മീറ്റർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഇതും അതിൻ്റെ യൂണിറ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് അതിൽ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അത് ഓരോന്നിൻ്റെയും യൂണിറ്റ്സ് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ യൂണിറ്റ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഡെൻസിറ്റി അല്ലേ? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ വോള്യൂമാണ്. മാസ് പെർ വോള്യൂത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ഞാനിവിടെ SI യൂണിറ്റ് ആണ് ഞാൻ എഴുതുന്നത്. ഞാനിവിടെ എഴുതിയതെല്ലാം SI യൂണിറ്റ് ആണ്. എല്ലാ സമയത്തും നമ്മൾ SI യൂണിറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് SI യൂണിറ്റ്സ് അല്ലാത്ത വേറെ യൂണിറ്റ്സും നമുക്ക് യൂസ് ചെയ്യാം. നോക്കിക്കോളൂ, ഗ്രാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇപ്പോൾ കിലോഗ്രാം ആയാലും മീറ്റർ ആയാലും SI യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് SI യൂണിറ്റ് വേണ്ട, അല്ലാത്ത എന്തെങ്കിലും യൂസ് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ മാസിൻ്റെ വേറൊരു യൂണിറ്റ് ആണ് ഗ്രാം. നമുക്കറിയാം എന്താണ് വോള്യത്തിൻ്റെ വേറൊരു യൂണിറ്റ് ആണ് സെൻറ്റിമീറ്റർ ക്യൂബ്. ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബും എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂണിറ്റ്സ് ഡിറൈവ് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് ഡിറൈവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഡിറൈവ് ദ യൂണിറ്റ്സ് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. മനസ്സിലായല്ലോ? യെസ്. Okay. Yes. Okay. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി അല്ലേ? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. യെസ്, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ നമുക്കറിയാം സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷറാണ്. അതായത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതർവൈസ് പ്രഷറാണ്. പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു സ്ട്രെയിൻ എന്ന് മാറും. ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു സ്ട്രെയിൻ എന്ന് മാറും. നമുക്കറിയാം സ്ട്രെയിൻ ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല. സോ നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല.
സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ കാര്യത്തിൽ വരുമ്പോൾ കാര്യം വരുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ വരുമ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയുടെ കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല? സ്ട്രെയിൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് സ്ട്രെയിൻ ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്തിന് ഈക്വൽ ആണ്? സ്ട്രെസ്സിന് ഈക്വൽ ആണ്. ഇവിടെ നമുക്കറിയാം എം ഇവിടെ ഫോഴ്സ് ആണ് mL(T⁻²) ഡിവൈഡഡ് ബൈ L സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടും? mL⁻⁻1 T⁻²) എന്ന് കിട്ടും. അപ്പോൾ സ്ട്രെസ് എന്ന് പറയണ നമ്മുടെ എന്താ പറയുക ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്താണോ അത് തന്നെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. പക്ഷേ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ രണ്ടാണ്. അതായത് സ്ട്രെസ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ്. പക്ഷേ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു സ്ട്രെയിൻ. നമ്മൾ ആക്ച്വൽ ഇക്വേഷനെ കുറിച്ചല്ല ഡയമെൻഷണൽ അനാലിസിസിൽ വി ആർ നോട്ട് ഡീലിംഗ് വിത്ത് ദി ആക്ച്വൽ ഇക്വേഷൻ. We are actually dealing with, നമ്മൾ എന്താണ് ഡീൽ ചെയ്യണത്? We are actually dealing with the physical quantities on which this particular derived quantity depends. അല്ലേ? ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു പെർട്ടിക്കുലർ നമ്മുടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യണേ? യെസ്, അത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേസ് ടു വാട്ട് പവർ എന്നുള്ളതാണ് ആക്ച്വലി വി ആർ ഡീലിംഗ് ഇൻ ഡയമെൻഷണൽ അനാലിസിസ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ചിലതൊക്കെ ഒമിറ്റ് ചെയ്യണത്. ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ ഉള്ള ആ ഒരു ഇക്വേഷനിലുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസിനെ എല്ലാം, ചിലപ്പോൾ കോൺസ്റ്റൻസ് ആയിരിക്കാം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ടാവില്ല, അത്തരം വാല്യൂസിനെ എല്ലാം നമ്മൾ ഒഴിവാക്കും. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഒഴിവാക്കാം. അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല വൈൽ വി ആർ ഫൈൻഡിങ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ? യെസ്. ഇനി സർഫേസ് ടെൻഷൻ എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. സർഫേസ് ടെൻഷൻ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സ് ബൈ ലെങ്ത് ആണ് എന്ത്? നമ്മുടെ സർഫേസ് ടെൻഷൻ എന്നുള്ള ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് എന്താണ്? mL(T⁻²) ആണ്. നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഡിവൈഡഡ് ബൈ നമുക്ക് ലെങ്ത് ഉണ്ട്, L ഉണ്ട്. സോ നോക്കിക്കോളൂ, ഈ രണ്ട് L ക്യാൻസൽ ആവും. സോ നമുക്ക് എന്ത് കിട്ടി? mT⁻². നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത്രയും എഴുതാം, ഇത് മാത്രം എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ mL⁻0 T⁻². വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ സർഫേസ് ടെൻഷൻ മനസ്സിലായല്ലോ. ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സർഫേസ് ടെൻഷൻ്റെ യൂണിറ്റ് അറിയാൻ പാടില്ല. ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ്, Newton/meter. സർഫേസ് ടെൻഷൻ്റെ യൂണിറ്റ് എന്താണ്? Newton/meter. സോറി, ഇവിടെ സ്ക്വയർ കുഴപ്പമില്ല, കറക്റ്റാണ്. ഫോഴ്സിൻ്റെ നമ്മുടെ സർഫേസ് ടെൻഷൻ്റെ യൂണിറ്റ് എന്താണ്? Newton/meter. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. സർഫേസ് എനർജി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എനർജി ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്ത്? നമ്മുടെ സർഫേസ് എനർജി. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു എനർജി നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ വേണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. യെസ്. അപ്പോൾ വർക്ക് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ വർക്ക് അല്ലേ? നമ്മുടെ വർക്ക്. അപ്പോൾ എനർജി ഞാനിപ്പോൾ mgh എന്നുള്ളൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. mgh ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ യെസ് h ഇൻറ്റു h എന്ന് വേണമെങ്കിൽ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ mgh എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, m ഉണ്ട്, L(T⁻²) ഉണ്ട്, ഇൻറ്റു L ഡിവൈഡഡ് ബൈ എന്താണ്? L സ്ക്വയർ ആണ്. സോ ഈ L സ്ക്വയറും ഇത് രണ്ടും ക്യാൻസൽ ആവും. നമുക്ക് എന്ത് കിട്ടി? mT⁻² എന്ന് കിട്ടി. സോ സർഫേസ് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? mT⁻² ആണ്. നമ്മൾ സർഫേസ് ടെൻഷൻ നമ്മൾ കണ്ടു അല്ലേ? സർഫേസ് ടെൻഷൻ എന്തായിരുന്നു? സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്.
സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആയിരുന്നു എം എൽ ടി പവർ -2 ഡിവൈഡഡ് ബൈ എൽ. സോ എന്താണ് എം ടി പവർ -2. അപ്പോൾ സർഫേസ് എനർജിയുടെയും സർഫേസ് ടെൻഷൻ്റെയും ഇക്വേഷൻ രണ്ടാണ്, പക്ഷെ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? സെയിം ആണ്. മനസ്സിലായോ? ചില സമയത്ത് എക്സാമിനേഷനിൽ അവർ സിമിലർ ഡയമെൻഷണൽ ഫോർമുല ഉള്ള ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. നമുക്ക് കുറച്ച് ഓപ്ഷൻസ്, അപ്പോൾ 4-5 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ എന്ത് തന്നിട്ടുണ്ടാവും? സിമിലർ ആയ ഡയമെൻഷണൽ ഫോർമുല ഉള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. ആ ഒരു പെയറിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ പെയറിൽ സിമിലർ ആയ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിമിലർ ഡയമെൻഷണൽ ഫോർമുല കിട്ടുവാണെങ്കിൽ ആ ഒരു ആൻസർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ഡിഫറെൻ്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിഫറെൻ്റ് ആവണ സിറ്റുവേഷൻസിലും ദോസ് ക്വാണ്ടിറ്റീസ് ക്യാൻ ഹാവ് സെയിം ഡയമെൻഷണൽ ഫോർമുല. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്കറിയാം സ്ട്രെസ്സും അതേപോലെ പ്രഷറും അത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിം ആണ്. ഇക്വേഷൻ സെയിം ആകുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ഡയമെൻഷണൽ ഫോർമുലയും സെയിം ആയിരിക്കും. പക്ഷെ അതേസമയം നമ്മുടെ സർഫേസ് ടെൻഷനും അതേപോലെ സർഫേസ് എനർജിയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് രണ്ടാണ്, പക്ഷേ ദേ ഹാവ് സെയിം ഡയമെൻഷണൽ ഫോർമുല. മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ലെങ്ത് എന്നാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. സോ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഗ്രേഡിയൻ്റ് ആണ്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഗ്രേഡിയൻറ്റിനെയാണ് നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡിയൻ്റ് അല്ല, ലെങ്ത്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ലെങ്ത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പം എൽ ടി പവർ -2 ഡിവൈഡഡ് ബൈ -2 അല്ല -1. എൽ ടി പവർ -1 ഡിവൈഡഡ് ബൈ എൽ ആണ്. എല്ലും ക്യാൻസൽ ആവും. ടി ഇൻവേഴ്സ് ആണ് എന്ത്? വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. മനസ്സിലായല്ലോ? ടി ഇൻവേഴ്സ് ആണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ടി ഇൻവേഴ്സ് എന്ന് കണ്ടപ്പം. വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഈ സെയിം ഡയമെൻഷണൽ ഫോർമുല ഉള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. 1/t ആണ്. 1/t ആണ് നമ്മുടെ ഫ്രീക്വൻസി. നമുക്കറിയാം 1/t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടി ഇൻവേഴ്സ് ആണ്. സോ ഫ്രീക്വൻസി ആൻഡ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഹാവ് സെയിം ഡയമെൻഷണൽ ഫോർമുല. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് പ്രഷർ ഗ്രേഡിയൻറ്റ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഗ്രേഡിയൻറ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദ പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ പ്രഷർ ഡിവൈഡഡ് ബൈ ലെങ്ത് അല്ലെങ്കിൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്കറിയാം പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. എം എൽ പവർ -1 ടി പവർ -2 ആണ് നമ്മുടെ പ്രഷറിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ അല്ലേ. ഡിവൈഡഡ് ബൈ ലെങ്ത് ഈ എല്ല് മുകളിലേക്ക് പോകുമ്പം എം എൽ പവർ -2 ടി പവർ -2. കുറേ പേര് വിചാരിക്കും ഈ എല്ലും ക്യാൻസൽ ആവുന്നു. എല്ലും ക്യാൻസൽ ആയതിനെ എപ്പം ഇതിൻ്റെ പവർ 1 ആയിരുന്നെങ്കിൽ. ഇതിൻ്റെ പവർ 1 ആവുമ്പോഴാണ് സെയിം ക്വാണ്ടിറ്റീസ് ക്യാൻസൽ ആവുന്നത്. പക്ഷേ ഇവിടെ നെഗറ്റീവ് പവറാണ്. ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? -1 ആവും. സോ -1 + -1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2 കിട്ടും. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻ ആണ്. അപ്പം ഞാൻ പറഞ്ഞു മാത്സിൽ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ക്ലാസ്സസിൽ നമ്മൾ മാത്സിൽ പഠിച്ച ഒരുപാട് ബേസിക്കായ കാര്യങ്ങൾ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാനുണ്ടാവും? മാത്സിൽ അപ്ലൈ ചെയ്യാനുണ്ടാവും. അതേപോലെ അറ്റ് ദ സെയിം ടൈം നമുക്ക് എവിടെയും ഈക്വലി നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാനുണ്ടാവും? ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നമുക്ക് ഈ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ടാവും. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബേസിക്കായ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടി സിംപ്ലിഫിക്കേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്ററിന് വേണ്ടി നമ്മൾ മാത്സിലുള്ള ഒരുപാട് ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ
ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ ഡൗട്ട്, ഫ്രാക്ഷൻസ് ആവാം, അല്ലെങ്കിൽ എക്സ്പോണൻസ് ആവാം, ഡെസിമൽ നമ്പേഴ്സ് ആവാം, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ആവാം, വോട്ടെവർ ഇറ്റ് മേ ബി, ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് ഡൗട്ട് ആ ഒരു സെഷൻ പോയി നിങ്ങൾ, അല്ലെങ്കിൽ എല്ലാ ഏരിയസിലും ഏതൊക്കെ ഏരിയാസിലാണോ നിങ്ങൾക്ക് ഡൗട്ട്സ് ആ സെഷൻസൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ യെസ് നിങ്ങൾക്ക് ഉള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. കാരണം ഭയങ്കര ബേസിക് ലെവൽ തൊട്ട് ഹൈ ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സെഷൻസിൽ പറഞ്ഞു പോയിട്ടുണ്ട്. യെസ്, ഈസ് ഇറ്റ് ക്ലിയർ ഗൈസ്? ഓക്കെ. പ്രഷർ എനർജി. പ്രഷർ എനർജി എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രഷർ ഇൻറ്റു വോള്യൂം ആണ് നമ്മുടെ പ്രഷർ എനർജിയുടെ ഇക്വേഷൻ. പ്രഷറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ml പവർ -1 T⁻⁻2 ഇൻറ്റു വോള്യൂം എന്ന് പറയുമ്പോൾ എന്താണ്? L³ ആണ്. നമുക്കറിയാം സിമിലർ ബേസ് ഉള്ളത് അല്ലേ, എക്സ്പോണൻസിൽ സിമിലർ ബേസ് ഉള്ളതിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യും, ഡിവിഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യും. എന്താണ് നമ്മുടെ റൂള്? a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m പ്ലസ് n. a⁻m ഡിവൈഡഡ് ബൈ a⁻n ഇസ് ഈക്വൽ ടു a⁻m മൈനസ് n അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ കാണുമ്പോൾ എം, ഇവിടെ എല്ലും ഉണ്ട്. സോ l⁻−1 പ്ലസ് 3 l⁻−1 പ്ലസ് 3 T⁻−2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ml². T⁻−2 ആണ് എന്ത്? നമ്മുടെ പ്രഷർ എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു 2 ഇയേഴ്സ് +1 +2 കൂടെ നമ്മൾ പഠിക്കണ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നിയർലി 100 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 100 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുലാസ് ബൈ ഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് അല്ലേ, ഒരു ഈസി ആയ ഒരു ടാസ്ക് അല്ല. സോ നമ്മൾ അത്രയും മെനക്കെടേണ്ട ആവശ്യമില്ല, നമുക്ക് എങ്ങനെ മെനക്കെടാണ്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഈക്വേഷൻസ് നമ്മൾ എന്തായാലും പഠിക്കണം. 100 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ 100 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാനുള്ള, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ എന്തായാലും ബൈ ഹാർട്ട് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആ പഠിക്കുന്ന ആ ഇക്വേഷൻസ് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓരോരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും ഡയമെൻഷണൽ ഫോർമുല നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്. വേറൊരു ഇക്വേഷൻ നോക്കാം. ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുമ്പം ഇത് നമ്മൾ പറയുമ്പം ആംഗിൾ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ആംഗിൾ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമുക്കതിനെ m⁻0 l⁻0 T⁻0 എന്ന് പറയാം. ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ നമുക്ക് T എന്ന് കിട്ടും. നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? T ഇൻവേഴ്സ് എന്ന് കിട്ടും. നമ്മുടെ ആംഗുലർ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? T ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഡയമെൻഷണൽ ഫോർമുലയും T ഇൻവേഴ്സ് ആണ്, ആംഗുലർ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുലയും T ഇൻവേഴ്സ് ആണ്. മനസ്സിലായല്ലോ? യെസ്. നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ആംഗുലർ ആക്സിലറേഷൻ. സെയിം ഇതിൽ വരുന്നതാണ്. ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുമ്പം ആംഗുലർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്? നമ്മുടെ ആംഗുലർ ആക്സിലറേഷൻ.
ആംഗുലർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? ടി ഇൻവേഴ്സ് ആണ് കണ്ടുപിടിച്ചു. അപ്പോൾ എഗെയിൻ ഡിവൈഡഡ് ബൈ ടൈമാണ്. ഈ ടി മുകളിലേക്ക് പോകുമ്പോൾ എന്ത് കിട്ടും? ടി പവർ -2 കിട്ടും. സോ ആംഗുലർ ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ടി പവർ -2. മനസ്സിലായോ? ആംഗിളിൻ്റെ ഡയമെൻഷൻ എന്താണ്? ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ആംഗിളിന് നമ്മൾ എന്തുകൊണ്ടാണ് ഡയമെൻഷൻ ഇല്ല എന്ന് പറയണത്? നോക്കിക്കോളൂ. ആംഗിൾ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആംഗിൾ എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ് നമ്മുടെ ആംഗിൾ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. റേഡിയസ് എന്താണ്? റേഡിയസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? L ആണ്. ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോഴും നമ്മളവിടെ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ലെങ്ത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണേ. സോ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും L ആണ്. അത് രണ്ടും ക്യാൻസൽ ആവും. സോ ആംഗിളിന് എന്തില്ല? ആംഗിൾ ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ആംഗിൾ ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ? യെസ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ സർക്കുലർ മോഷൻ പഠിക്കുന്ന സമയത്ത്, നമുക്ക് ലീനിയർ മോഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്? നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ലെങ്ത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ലെങ്ത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ലീനിയർ മോഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. സർക്കുലർ മോഷൻ പഠിക്കുന്ന സമയത്ത്, നമ്മുടെ ലീനിയർ മോഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സർക്കുലർ മോഷൻ. അപ്പോൾ സർക്കുലർ മോഷൻ പഠിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ അതിൻ്റെ ആവശ്യം വരിക. അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ആക്ച്വലി ദർ വി ആർ ഡീലിംഗ് വിത്ത് ആംഗിൾ. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി അവിടെ സംസാരിക്കുന്നത് ആംഗിളിനെ കുറിച്ചാണ്. സോ എങ്ങനെയാണോ ആംഗിൾ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഇല്ലാത്ത, അതേപോലെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. മനസ്സിലായല്ലോ? യെസ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ. ടോർക്ക് എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് നോക്കാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എന്ത്? ടോർക്ക്. ടോർക്ക് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ml പവർ -1 t പവർ -2 അല്ല സോറി ml t പവർ -2 ml t പവർ -2 ആണ് ഫോഴ്സ് ഇൻറ്റു L എന്ന് കിട്ടി. അപ്പോൾ അത് ടോർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ml² t പവർ -2. ml² t പവർ -2 ആണ് എന്ത്? ടോർക്ക് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. യെസ്. സിമ്പിളാണ് നമ്മുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ. ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. യെസ്. ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്.
അപ്പോൾ ഈ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ഹീറ്റ് എനർജി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം മെക്കാനിക്സ് അല്ലേ. ഫിസിക്സിൽ നമുക്കറിയാം ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് അല്ലേ, ഒരുപാട് ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അതിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കുറേ ക്വാണ്ടിറ്റീസ് എന്തായിരുന്നു, പ്യോർലി മെക്കാനിക്സ് ആയിരുന്നു. അപ്പോൾ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ മാസും ലെങ്ത്തും ടൈമും കൺസിഡർ ചെയ്താൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ വന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ എന്തിലേക്ക് വന്നു, ഹീറ്റ് കപ്പാസിറ്റിയിലേക്ക് വന്നു. ഹീറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സിലാണ്. ഹീറ്റ്, ടെമ്പറേച്ചർ, അതുമായി റിലേറ്റ് ചെയ്ത മെൽറ്റിംഗ്, ഫ്രീസിങ് ഒക്കെ അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്യണത് തെർമോഡൈനാമിക്സിലാണ്. അപ്പോൾ ഈ തെർമോഡൈനാമിക്സിൽ നമുക്ക് എന്തും കൂടെ ആവശ്യം വരും, ടെമ്പറേച്ചറും കൂടെ ആവശ്യം വരും. യെസ്, അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചറാണ്. ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്, ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല K ആണ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വാണ്ടിറ്റീസ്, അതായത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റീസിൽ നമ്മൾ ആരെയും കൂടെ കൺസിഡർ ചെയ്യും, Kയും കൂടെ കൺസിഡർ ചെയ്യും. ഇനി ഹീറ്റ് എനർജി, എനി ഫോം ഓഫ് എനർജി നമ്മൾ പറയുന്നു, നമുക്കറിയാം എനർജി ആണോ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല സെയിം ആയിരിക്കും. അത് ഹീറ്റ് എനർജി ആയാലും കുഴപ്പമില്ല, സൗണ്ട് എനർജി ആയാലും, ലൈറ്റ് എനർജി ആയാലും, പൊട്ടൻഷ്യൽ എനർജി ആയാലും, കൈനറ്റിക് എനർജി ആയാലും, ഇനി വർക്ക് ആയാലും അല്ലേ. യെസ്, നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് ദി എബിലിറ്റി ടു ഡു വർക്കാണ്. എനർജി എന്ന് പറയുന്നത് ദി എബിലിറ്റി ടു ഡു വർക്കാണ്. അപ്പോൾ നമുക്കുള്ള എനർജി വെച്ച് നമ്മൾ ചെയ്യണ വർക്ക് ആയാലും അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും സെയിം ആണ്. അപ്പോൾ എന്താണ് വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിൻ്റെ എന്താണ്, mL(T⁻²) ഇൻറ്റു L ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ mL²T⁻²) ഡിവൈഡഡ് ബൈ K എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, mL²T⁻² K ഇൻവേഴ്സ് അല്ലേ. താഴെ ഉള്ളത് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ അതിൻ്റെ പവർ നെഗറ്റീവ് ആവും, മുകളിലുള്ളത് താഴത്തേക്ക് വന്നാലും അതിൻ്റെ പവർ നെഗറ്റീവ് ആവും. അപ്പോൾ ഇതാണ് എന്ത്, ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. മനസ്സിലായല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് നോക്കാം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും രണ്ടാണ്. നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ടെമ്പറേച്ചർ. ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ടെമ്പറേച്ചർ ആണ് എന്ത്, നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് എനർജി നമുക്കറിയാം mL²T⁻² ആണ്. മാസിൻ്റെ എന്താണ്, m ആണ്. ടെമ്പറേച്ചറിൻ്റെ എന്താണ്, K ആണ്. ഈ രണ്ട് എമ്മും ക്യാൻസൽ ആവും. സോ m⁻0 L²T⁻² K ഇൻവേഴ്സ് ആണ് എന്ത്, നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. മനസ്സിലായല്ലോ? യെസ്. ലേറ്റൻറ്റ് ഹീറ്റ് എന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, ലേറ്റൻറ്റ് ഹീറ്റ് എന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്. സോ ഈ ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ് ആണ്. ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ് ആണ് എന്ത്, നമ്മുടെ ലേറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ നമുക്കറിയാം ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, mL²T⁻² ഡിവൈഡഡ് ബൈ m ആണ്. ക്യാൻസലായി. ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ നമ്മുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്, L²T⁻² വേണമെങ്കിൽ K നമുക്ക് കൺസിഡർ ചെയ്യാം, K⁻0 m⁻0 L²T⁻² K⁻0. മനസ്സിലായല്ലോ? യെസ്. യെസ്, നമുക്ക് നെക്സ്റ്റ് നോക്കാം.
യെസ്. അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്തു, മെക്കാനിക്സിലുള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലുള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ചാർജാണ്. ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, കറൻറ്റ് ഇൻറ്റു ടൈമാണ് ചാർജ് അല്ലേ. കറൻറ്റ് ഇൻറ്റു ടൈമാണ് എന്ത്, ചാർജിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം കറൻറ്റ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എ ആണ്, എ ഇൻറ്റു ടൈമാണ്. സോ നമുക്കറിയാം എ പവർ 1 ടി പവർ 1 ആണ് എന്ത്, നമ്മുടെ ചാർജ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. മനസ്സിലായല്ലോ? യെസ്. നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. കറൻറ്റ് ഡെൻസിറ്റി നോക്കിക്കോളൂ. കറൻറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഏരിയ. അതായത് കറൻറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പം കറൻറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ അല്ലേ. കറൻറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പം കറൻറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. കറൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എ ആണ്, എ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഇതും ടി അല്ല, എൽ സ്ക്വയർ. ഇത് മുകളിലേക്ക് വരുമ്പോൾ എന്തായി, എ എൽ പവർ -2, എ എൽ പവർ -2. മനസ്സിലായല്ലോ? യെസ്. യെസ്. നമുക്ക് വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കാം, വോൾട്ടേജ്. ഓക്കെ, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് പറയാം. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറയാം. വോൾട്ടേജ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വർക്ക് ബൈ ചാർജ് ആണ്. വർക്ക് ബൈ ചാർജിനെയാണ് നമ്മൾ എന്ത് പറയണത്, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ml² ടി പവർ -2 ഡിവൈഡഡ് ബൈ ചാർജ് എന്ന് പറയുന്നത് എ ആണല്ലേ. അപ്പോൾ ഈ എ മുകളിലേക്ക് വരുമ്പോൾ എന്താവും, ml² ടി പവർ -2 എ ഇൻവേഴ്സ് എന്നാവും. മനസ്സിലായോ? സോ വോൾട്ടേജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ml² ടി പവർ -2 എ പവർ -1. അപ്പോൾ നമുക്കിനി നോക്കാം റെസിസ്റ്റൻസ് നോക്കാം. ഓക്കെ, റെസിസ്റ്റൻസ് എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? വോൾട്ടേജ് ബൈ കറൻറ്റ് ആണ്. നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ വോൾട്ടേജ് ബൈ കറൻറ്റ് ആണ് അല്ലേ. യെസ്, V = IR ആണ്. സോ R എന്ന് പറയുമ്പോൾ V/I. ഓക്കെ, വോൾട്ടേജ് ബൈ കറൻറ്റ് ആണ്. വോൾട്ടേജിൻ്റെ എന്താണ്? വോൾട്ടേജ് വർക്ക് ബൈ ചാർജ് ആണെന്നറിയാം, നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ml² ടി പവർ -2 എ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ എഗെയിൻ നമ്മൾ എ ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? ml² ടി പവർ -2 എ പവർ -2. ഇസ് ഇറ്റ് ക്ലിയർ ഗൈസ്? യെസ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ആ ഓരോരോ പെർട്ടിക്കുലർ ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യണ സമയത്ത് നമ്മൾ പഠിക്കും. യെസ്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്തും നമ്മൾ ഈ ഡയമെൻഷണൽ ഫോർമുല ആയാലും യൂണിറ്റ്സ് ആയാലും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു പോകും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇലക്ട്രിക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം എനി കൈൻഡ് ഓഫ് ഫോഴ്സ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്, ml ടി പവർ -2. ചാർജ് നമുക്കറിയാം എന്താണ്? ചാർജ് എന്ന് പറയുന്നത് നമുക്കറിയാം കറണ്ട് ഇൻറ്റു ടൈം ആണ്. സോ എ ഇൻറ്റു ടി ആണ്. അപ്പോൾ ഇത് ഇവന്മാർ രണ്ടുപേരും മുകളിലേക്ക് പോകുമ്പോൾ എന്ത് കിട്ടും? എൽ എ പവർ -1 ഇവിടെ ടി പവർ -1 എന്ന് കിട്ടും. സെയിം ആയ ബേസ് ആണ്. സോ ml ടി പവർ -3 എ പവർ -1 ആണ് എന്ത്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. യെസ്. നെക്സ്റ്റ് നമുക്കൊരു ക്വാണ്ടിറ്റി നോക്കാം, ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ ഏരിയ.
ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്ത്? നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ കണ്ടു, mL(T⁻³ A⁻⁻1) അല്ലേ, ഡിവൈഡഡ് ബൈ എന്താണ്? L² ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 2 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ -2 ആവും. അപ്പോൾ നമുക്ക് mL⁻⁻1 T⁻³ A⁻⁻1 എന്ന് കിട്ടും. മനസ്സിലായോ? യെസ്. ഓക്കെ, നമുക്ക് നോക്കാം റെസിസ്റ്റിവിറ്റി. ഓക്കെ, റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത്. റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് അല്ലേ. റെസിസ്റ്റൻസ് നമുക്കറിയാം എന്താണ്? വോൾട്ടേജ് ബൈ കറണ്ടാണ്. വോൾട്ടേജ് ബൈ കറണ്ടാണ്. ഓക്കെ, വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? വർക്ക് ബൈ ചാർജ് ആണ് വോൾട്ടേജ് അല്ലേ. വർക്ക് ബൈ ചാർജ് ആണ് വോൾട്ടേജ്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? വർക്ക് ബൈ ചാർജ് ഡിവൈഡഡ് ബൈ കറണ്ട് ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് മാറി. ചാർജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറണ്ട് ഇൻറ്റു ടൈം ആണ്. കറണ്ട് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ I ഇൻറ്റു A/L അല്ലേ, ഏരിയ ബൈ ലെങ്ത്. നോക്കിക്കോളൂ, ഈ ഐയും താഴത്തേക്ക് വരും. സോറി, ഈ ഐ രണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? W ഡിവൈഡഡ് ബൈ I² ഇൻറ്റു T ഇൻറ്റു A/L. സോ നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഒരു ഇക്വേഷൻ കിട്ടി, W ഡിവൈഡഡ് ബൈ I² ഇൻറ്റു T ഇൻറ്റു A ഡിവൈഡഡ് ബൈ L. ഇവിടെ ഉള്ള എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം. Wയുടെ എന്താണ്? mL² T⁻⁻2 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് കിട്ടും? A² ഇൻറ്റു T എന്ന് കിട്ടും. അതേപോലെ ഇവിടെ L² ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടും. ഈ T മുകളിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ എഴുതാവേ, ഈ T മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? mL² T⁻⁻3 A⁻⁻2 എന്ന് കിട്ടും. ഇവിടെ ഈ L ക്യാൻസൽ ആകുമ്പോൾ ഒരു L ബാക്കി ഉണ്ടാവും, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. സോ റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? mL³ T⁻⁻3 ഇൻറ്റു A⁻⁻2. ശരിയല്ലേ? ഇത് നോക്കട്ടെ. യെസ്, mL³ T⁻⁻3 A⁻⁻2. സോ ഈ രീതിയിലാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുലാസ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഇക്വേഷൻ, ഇപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി എന്നുള്ളതിൻ്റെ ഇക്വേഷൻ റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് ആണെന്ന് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഏരിയയുടെ സംഭവങ്ങൾ അറിയാം, ലെങ്ത്തിൻ്റെ സംഭവം അറിയാം, റെസിസ്റ്റൻസിൻ്റെ അറിയാൻ പാടില്ല. സോ വോൾട്ടേജ് ബൈ കറൻറ്റ് എന്നറിയാം. അതിൽ നിന്ന് നമുക്ക് കറൻറ്റ് അറിയാം, പക്ഷേ വോൾട്ടേജ് അറിയില്ല. വോൾട്ടേജ് വർക്ക് ബൈ ചാർജ് ആണ്. വർക്കിൻ്റെ അറിയാം, ചാർജിൻ്റെ അറിയാൻ പാടില്ല. ചാർജ് എന്ന് പറയുന്നത് കറൻറ്റ് ഇൻറ്റു ടൈം ആണ്. പിന്നെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിലുള്ള എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുലാസ് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി ഏതാണോ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? യെസ്. ഒരു 2-3 ക്വാണ്ടിറ്റീസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു സെഷനോട് കൂടി നമ്മുടെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യെസ്. യെസ്, പെർമിറ്റിവിറ്റി കോൺസ്റ്റൻറ്റ്. പെർമിറ്റിവിറ്റി കോൺസ്റ്റൻറ്റ് നമുക്കൊരു ക്വാണ്ടിറ്റി ഉണ്ട്, പെർമിറ്റിവിറ്റി കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ചാർജ് ഇൻറ്റു ചാർജ്
അതായത് ചാർജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 pi into electric force, 4 pi into electric force into distance square, electric force into distance square. Yes, നോക്കിക്കോളൂ. അപ്പോൾ ഇത് നമ്മൾ 1 by 1 ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പെർമിറ്റിവിറ്റി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ചാർജ് എന്താണ്? ചാർജ് എന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്നത് കറൻറ്റ് ഇൻറ്റു ടൈം ആണ്. സോ കറൻറ്റ് ഇൻറ്റു ടൈം, സോ ഇൻറ്റു കറൻറ്റ് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ, നമ്മൾ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനത്തെ കോൺസ്റ്റൻസ് നമുക്ക് ആവശ്യമില്ല. 4 pi 2 pi 8 16 ഇങ്ങനത്തെ നമ്പേഴ്സോ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂസോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ല. ഇലക്ട്രിക് ഫോഴ്സ് നമുക്കറിയാം, ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ് നമുക്ക് ആവശ്യം. ഇനി ഞാനിതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പോവാണ്. എ ടി ഇൻറ്റു എ ടി ഡിവൈഡഡ് ബൈ ഫോഴ്സിൻ്റെ കാര്യം പറയുമ്പം mL T⁻⁻2 ഇൻറ്റു എൽ സ്ക്വയർ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ A²T² കിട്ടും ഡിവൈഡഡ് ബൈ mL³ T⁻⁻2. നമുക്കിതെല്ലാം മുകളിലേക്ക് കൊണ്ടുപോകാം. മുകളിലേക്ക് കൊണ്ടുപോകുമ്പം m⁻⁻3 T ഈ -2 മുകളിലേക്ക് വരുമ്പോൾ +2 ആവും. 2 + 2 നമുക്ക് 4 കിട്ടും, T⁻4 A². സോ നമ്മുടെ പെർമിറ്റിവിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല m⁻L⁻³ T⁻4 A². കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തേക്കാം. യെസ്, m⁻L⁻³ T⁻4 A². Is it clear, guys? Yes. ഇത് പെർമിറ്റിവിറ്റി കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് വേറൊരു കോൺസ്റ്റൻ്റ് നോക്കാം. അപ്പം ആസ് മെനി ആസ്, അതായത് നിങ്ങൾ എന്തോരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഇക്വേഷൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല അല്ലേ. ഇപ്പം നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഇക്വേഷൻസ് നമുക്ക് അറിയാൻ പാടില്ല, കുഴപ്പമില്ല. പക്ഷേ ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോഴും യെസ് നിങ്ങൾ അത് വെച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, പെർമിയബിലിറ്റി കോൺസ്റ്റൻറ്റ്. pi into force into distance divided by current into length. അതാണ് എന്ത് നമ്മുടെ പെർമിയബിലിറ്റി കോൺസ്റ്റൻറ്റ്. ഇതിൽ നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് അറിയാം. 2 pi നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. mL⁻² ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ കറണ്ട് 2 പ്രാവശ്യമുണ്ട്, A² ഇൻറ്റു എൽ. ഈ 2 എല്ലും ക്യാൻസലായി. mL T⁻⁻2 A⁻⁻2 ആണ് എന്ത് നമ്മുടെ പെർമിയബിലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മൾ കുറച്ചധികം എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അപ്പൻഡിക്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 2 NCERT ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 218 അപ്പൻഡിക്സ് 9 നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടെ പഠിക്കണ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ വെച്ച് നിങ്ങളിപ്പോൾ ആ പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി സോൾവ് ചെയ്ത് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതുമായി കമ്പയർ ചെയ്ത് നോക്കുക. നമ്മളിവിടെ ഒരു 10-20ഓളം ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, നിങ്ങൾക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മളൊരു 10-20 ക്വാണ്ടിറ്റീസ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യെസ്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഈസിയാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ള ഈ ഒരു സെക്ഷൻ. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കണമെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്തിനാണ് ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് എന്തിനാണ്. 2 പ്രധാന